നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 5-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. മലയാള തീയതി പറയുമ്പോൾ 1200 ആണ്ട് വൃശ്ചിക മാസം 20-ാം തീയതി, ഇന്ത്യൻ തീയതി പറയുമ്പോൾ മാർഗ്ഗശീർഷ മാസം 14-ാം തീയതി. സൂര്യോദയം വ്യാഴാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ 6:26 അസ്തമയം വൈകുന്നേരം 5:59 തിഥി ചതുർത്ഥി തിഥിയാണ്. ചതുർത്ഥി തിഥി ഉദയാൽപ്പനം തിഥി ചതുർത്ഥി തിഥിയാണ്. ചതുർത്ഥി തിഥി 12 മണി ഉച്ചയ്ക്ക് 12:48 വരെ ഉണ്ട്. പിന്നീട് പഞ്ചമി തിഥിയാണ്. അപ്പോൾ വ്യാഴാഴ്ച പഞ്ചമി തിഥിയാണ് ഉച്ചയോടുകൂടി ആരംഭിക്കുക എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. ഉദയാൽപ്പന നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രം വ്യാഴാഴ്ച വൈകുന്നേരം 5:28 വരെ ഉണ്ടായിരിക്കും. ഉത്രാട നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച വൈകുന്നേരം 5:17 അവസാനിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം 5:28 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രാട നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഉത്രാട നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ ഒരു പാദം ധനുക്കുറിലും പിന്നീടുള്ള 3 പാദങ്ങൾ മകരക്കുറിലുമാണ്. അതിൻ്റെ സമയം കൂടി പറഞ്ഞുതരാം. ബുധനാഴ്ച രാത്രി 11:17 വരെ ജനിക്കുന്ന കുട്ടികൾ ധനുക്കുറിൽപ്പെട്ട ഉത്രാടം കാൽ നക്ഷത്ര ജാതകരാണ്. അതായത് ബുധനാഴ്ച വൈകുന്നേരം 5:17 മുതൽ ബുധനാഴ്ച രാത്രി 11:17 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ധനുക്കുറിൽപ്പെട്ട ഉത്രാടം കാൽ നക്ഷത്ര ജാതകരാണ്. ബുധനാഴ്ച രാത്രി 11:17 മുതൽ നക്ഷത്രം തീരുന്ന സമയമായ വ്യാഴാഴ്ച വൈകുന്നേരം 5:17 വരെ ജനിക്കുന്ന കുട്ടികൾ ഉത്രാടം മുക്കാൽ നക്ഷത്ര ജാതകരാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഉത്രാട നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, ഉത്രം, അത്തം, പൂരാടം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ബുധനാഴ്ച വൈകുന്നേരം 5:17 മുതൽ വ്യാഴാഴ്ച വൈകുന്നേരം 5:28 വരെയുള്ള സമയം അനുകൂലമായ സമയമാണ്. അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉത്രാട നക്ഷത്ര സമയമാണ്. ഉത്രാട നക്ഷത്ര പ്രകാരം ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, ഉത്രം, അത്തം, പൂരാടം എന്നീ നാളുകാർക്ക് ബുധനാഴ്ച വൈകുന്നേരം 5:17 മുതൽ വ്യാഴാഴ്ച വൈകുന്നേരം 5:28 വരെയുള്ള സമയം അനുകൂലമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ള നാളുകാർ മകയിരം, തിരുവാതിര, മൂലം, അനിഴം, ചോതി എന്നീ നാളുകാരാണുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്, സൂക്ഷിക്കണം. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ, ഇപ്പം കയ്യിലൊരു 500 രൂപ എവിടുന്നേലും കിട്ടിയത് ഒരുപക്ഷെ അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, കളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും കടം കൊടുത്ത് അത് തിരികെ കിട്ടാതെ വലിയൊരു പ്രശ്നത്തിലാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ ഇടയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം പറയുന്നുണ്ട്. ഇനി വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ശുഭസമയം പറഞ്ഞുതരാം. വ്യാഴാഴ്ച രാവിലെ 6:26 മുതൽ 9:26 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:56 മുതൽ ഉച്ചകഴിഞ്ഞ് 1:56 വരെയുള്ള സമയം ശുഭസമയമാണ്. ഈ സമയങ്ങളൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി കാര്യങ്ങളൊന്നും ചെയ്യാനില്ലെങ്കിൽ പോലും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഭാര്യയും ഭർത്താവിനെയും ഒക്കെ ഓർത്തിരുന്ന് ആ സമയത്ത് നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ശുഭസമയത്ത് ഒരു പ്രാർത്ഥന നടത്തിയാൽ പോലും അതിന് ഫലമുണ്ട്. അപ്പോൾ ആരോഗ്യസ്ഥിതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ധനസ്ഥിതി മെച്ചപ്പെടാൻ പ്രാർത്ഥിക്കുക, കടം കൊടുത്തിട്ട് കിട്ടാനുണ്ടെങ്കിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ വേണ്ടപ്പെട്ടവരാരെങ്കിലും പിണക്കത്തിൽ നിൽക്കുകയാണെങ്കിൽ അവർ അനുകൂലമാകാൻ പ്രാർത്ഥിക്കുക. മക്കളെ കെട്ടിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ജീവിതം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രത്യേകിച്ച് ശുഭകാര്യങ്ങളൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കേണ്ട. ആ സമയത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ അതിന് തക്കതായ നല്ല ഫലങ്ങളാണ് കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയങ്ങളൊക്കെ നോക്കി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ജീവിത വിജയം നേടുക എന്നാണ് ജ്യോതിഷം ആഗ്രഹിക്കുന്നത്. ഇനി സംഖ്യാശാസ്ത്രം പറയാം. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 5 അപ്പോൾ ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരാൻ സാധ്യതയെന്നാണ് സംഖ്യാജ്യോതിഷപ്രകാരമുള്ള അറിവ്. അപ്പോൾ അതിന് പരിഹാരം പറയുന്നത് ഈ ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ പേരിൽ EHNX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ പേരിൽ ഈ അക്ഷരങ്ങളില്ലെങ്കിൽ പോലും സാമാന്യ വിധത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരും. നിറങ്ങളുടെ സ്വാധീനം കൊണ്ട് സാമാന്യ വിധത്തിലുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ഈ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു റൂമിലിരുന്നു കൊണ്ടാണ്. ഞാൻ ക്ഷേത്രത്തിൽ വന്നതാണ്. ചൊവ്വാഴ്ച വന്നു. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു.
ഇന്ന് ഉച്ചകഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിക്കുകയാണ്. വ്യാഴാഴ്ച നാട്ടിൽ രാവിലെ എത്തും, 10 മണിയാകുമ്പോൾ എൻ്റെ വീട്ടിലെത്തും. അപ്പോൾ നാളത്തെ വീഡിയോ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ടൊക്കെ, ഇത് ചില സ്പീഡിലൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ട് ക്ഷമിക്കണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നാളെ കൃത്യമായിട്ടും അത് വ്യക്തമായി ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവർ സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു വിഷയം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. കമൻറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്കൊരു പ്രോത്സാഹനമാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സഹായമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നവരെയൊക്കെ മഹാദേവൻ അനുഗ്രഹിക്കും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, മഹാദേവ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കണമെന്നാണ്. അതുകൊണ്ട് മഹാദേവൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. അപ്പോൾ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം. വ്യാഴാഴ്ച ദിവസം ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. രേവതി, ചതയം, കാർത്തിക, തിരുവാതിര, ആയില്യം, ചോതി, ഉത്രം, കേട്ട, ഉത്രാടം, ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നു ചേരുന്നൊരു ദിവസമാണ്. രേവതി, ചതയം, കാർത്തിക, തിരുവാതിര, ആയില്യം, ചോതി, ഉത്രം, കേട്ട, ഉത്രാടം, ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മറ്റുള്ള നാളുകാർക്കൊന്നും ധനം വന്നു ചേരുമെന്നുള്ളതല്ല, ഈ നാളുകാർക്ക് പ്രത്യേകിച്ച് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. തീർച്ചയായിട്ടും എവിടെ നിന്നെങ്കിലും എങ്ങനെയെങ്കിലും രൂപ കയ്യിൽ കിട്ടും എന്നുള്ളതാണ് ജ്യോതിഷപ്രകാരമുള്ള പ്രത്യേകത. അതാണ് ഞാൻ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. നേർന്ന പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടായി സമാധാനവും ഐശ്വര്യമുള്ള ജീവിതം നയിപ്പാൻ മഹാദേവൻ നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.